ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇതുണ്ടാക്കാനായിട്ട് അധികം ചിലവൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ മുമ്പൊരു പ്രാവശ്യം ഒരു മത്സരത്തിൽ വിന്നായ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു അമൃതം പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊടിയാണ് ഈ ഒരു അമൃതം പൊടി. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാരയും കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഇതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ആ ഒരു നുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് മിക്ക വീടുകളിലും ഉണ്ടാവും ഈ ഒരു അമൃതം പൊടി. അപ്പോൾ ഈ ഒരു കളറിൽ കിട്ടുന്ന പാക്കറ്റ് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ കളറിലൊക്കെ അമൃതം പൊടി കിട്ടാറുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു പാക്കറ്റാണ് കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പാലിൻ്റെ അളവ് എത്രയാണോ കുറക്കുന്നത് അത്ര വെള്ളം ചേർത്ത് കൊടുക്കുക. പക്ഷേ കൂടുതൽ ടേസ്റ്റ് നമ്മൾ പാൽ ചേർത്ത് ചെയ്യുമ്പോഴാണ്. ഇനി ഇതിലോട്ട് നമുക്ക് അമൃതം പൊടി 2 ടേബിൾ സ്പൂൺ അമൃതം പൊടിയാണ് കേട്ടോ 1/2 ലിറ്റർ പാലിന് ചേർത്ത് കൊടുക്കുന്നത്. മെഷർമെൻറ്റ് ടേബിൾ സ്പൂണാണ്. പിന്നെ അതുപോലെ നമുക്ക് മധുരം ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ടേബിൾ സ്പൂണിലല്ല കേട്ടോ ചേർത്ത് കൊടുത്തത്, അതുകൊണ്ടാണ് 5 ടേബിൾ സ്പൂണൊന്നും എടുക്കാത്തത്. വലിയ സ്പൂണാണിത്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിള വരുന്നത് വരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിക്ക് പിടിക്കാതെ നോക്കുക. പെട്ടെന്ന് തന്നെ തിളച്ച് വരും. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിലോട്ട് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഒരു പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. പിന്നെ ഒരു 2-3 ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈന്തപ്പഴം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. വീട്ടിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഇതിൻ്റെ കൂടെ പീനട്ട് ബട്ടറും കൂടെ കുറച്ച് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. പീനട്ട് ബട്ടറൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകില്ലല്ലോ. അപ്പോൾ നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഞാനിത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബ്ലെൻഡറിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ ഡേറ്റ്സും ആ ഒരു പഴവും ആദ്യം കുറച്ച് പാൽ ചേർത്ത് അരച്ചെടുത്തിട്ട് പിന്നെ ബാക്കി പാലും കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയും വലിയ ഗ്ലാസ്സിൽ നമുക്ക് 2 ഗ്ലാസ് സെർവ് ചെയ്യാം. അതുപോലെ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 3-4 ഗ്ലാസ്സൊക്കെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്